നമ്മുടെ യൂട്യൂബ് ചാനൽ ഡബ്ലിൻ മല്ലു വേൾഡിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഇന്നൊരു അത്താഴ വീഡിയോ ആണ് കേട്ടോ. സോ ഇന്ന് നമുക്ക് നേരത്തെ പോയിട്ട് സാധനം മേടിച്ചൊരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ ചെയ്യാൻ നേരം കിട്ടിയില്ല. നാളെയാണ് മെയിനായിട്ടുള്ള ഷോപ്പിംഗ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് നമുക്കൊരു അത്താഴ വീഡിയോ ചെയ്യാം. വൈകിട്ട് എന്താണ് കഴിക്കാൻ ഉണ്ടാക്കാൻ പോകണമെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ജസ്റ്റ് നമ്മുടെ ആൽഡിയിൽ ജസ്റ്റ് ഓടിപ്പോയിട്ട് എന്തെങ്കിലും കുറച്ച് സാധനങ്ങൾ മേടിച്ചു നമുക്കൊരു തട്ടിക്കൂട്ട് അത്താഴം ഉണ്ടാക്കാം. അപ്പം നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ ഡബ്ലിൻ മല്ലു വേൾഡ് എന്നാൽ ഈ ഒരു യൂട്യൂബ് ചാനൽ വാച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് പോയി സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റും ലൈക്സും ഒക്കെ തന്നിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യുക. വാച്ച് ചെയ്യാൻ മറന്നു പോയെങ്കിലും നമ്മുടെ വീഡിയോസ് ഒക്കെ വാച്ച് ചെയ്യണം കേട്ടോ. സോ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് വലിയൊരു സ്വാഗതം. കാര്യം 7 മണി 7:30 ആയെങ്കിലും നല്ല കാലാവസ്ഥയാണ്, നല്ല സണ്ണൊക്കെ ഉണ്ടായിരുന്നു. സോ പോയപ്പോൾ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല, വലിയ തണുപ്പ് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ചെറിയൊരു ജാക്കറ്റ് ഇട്ടിട്ടാണ് ഞാൻ പോയത്. നല്ല അടിപൊളി കാലാവസ്ഥയായിരുന്നു കേട്ടോ. അപ്പോൾ ആൽഡിയിലേക്ക് പോകാൻ വേണ്ടി ഇവിടുന്ന് കുറച്ച് നടന്ന് പോകാനുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് അവിടെ പോയിട്ട് സാധനങ്ങൾ മേടിക്കാമെന്ന് വിചാരിച്ചു. കാരണം അല്ലാതെ അവിടെ ഒടുക്കത്തെ വിലയായിരിക്കും. അപ്പം ആൽഡിയിൽ പോകാന്നുണ്ടെങ്കിൽ കുറച്ച് നമുക്ക് വില കുറച്ചുള്ള സാധനങ്ങൾ കിട്ടും. അപ്പോൾ എന്തായാലും പോയി മേടിച്ചുകൊണ്ട് വരാം കേട്ടോ. പിന്നെ ഇപ്പോഴത്തെ ഈ ഒരു ലൈറ്റ് കണ്ടുകൊണ്ട് നിങ്ങൾ വിചാരിക്കേണ്ട സമയമൊന്നും ആയില്ല. എന്നാൽ സമയം ഏകദേശം 7:30 കഴിഞ്ഞതാണ്. അവിടെ ചെല്ലുമ്പോഴത്തേക്കും അടച്ചു പോകുന്നൊരു സംശയമുണ്ട്. കാരണം ഇവിടെ എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് തന്നെ അടയ്ക്കും. മീൻസ് ഒരു 9 മണിക്ക് മുന്നേ കാര്യങ്ങളൊക്കെ അടയ്ക്കും. അപ്പോൾ അതിനു മുമ്പ് ചെല്ലുമ്പോഴത്തേക്കും ഓപ്പൺ ആണെന്ന് വിചാരിക്കണം. എന്തായാലും പോയി നോക്കാം. ഈ കാണുന്ന ഞാൻ ഒഡിയോൺ എന്ന് പറഞ്ഞ ഒരു നമ്മുടെ നാട്ടിലെ പോലത്തെ തിയേറ്ററാണ്. അടിപൊളി പടങ്ങളൊക്കെ കാണാൻ പറ്റിയ നല്ലൊരു തിയേറ്ററാണത്. നമ്മൾ നടന്ന് ഏകദേശം നമ്മുടെ സ്ഥലത്ത് എത്തിയിട്ട് അവിടെ മിസ്റ്റർ പ്രൈസിൻ്റെ ഷോപ്പും ഉണ്ട്, കൂടാതെ നമുക്ക് ആൽഡി ഉണ്ട്. ഏകദേശം രണ്ടും നമുക്കുണ്ട്. അപ്പോൾ നമുക്ക് അത്യാവശ്യം സാധനങ്ങളൊക്കെ മേടിക്കാൻ പറ്റിയൊരു ഇടം തന്നെയാണ്. അപ്പുറ സൈഡിൽ കാണുന്നതാണ് ആൽഡിയുടെ ഏരിയ. ഒരുമാതിരി വലിയ ഷോപ്പിംഗ് പ്ലേസാണ്. എല്ലാ സാധനവും തന്നെ നമുക്കവിടെ കിട്ടും. പിന്നെ നമുക്ക് ഒത്തിരി ചോയ്സസ് കാര്യങ്ങളൊന്നുമില്ല. പിന്നെ എവിടെ പോയി എന്ന് പറഞ്ഞാലും ഞാൻ ബാഗ് എടുത്തുകൊണ്ട് പോകത്തില്ല. പോരുന്ന വഴിക്ക് പാലും സാധനങ്ങളൊക്കെ കൈ പിടിച്ചുകൊണ്ട് പറഞ്ഞിട്ടുണ്ടാവും. ഗൈസ്, ഞാൻ പിന്നെ എവിടെ പോയാലും ഷോപ്പിങ്ങിന് പോകുമ്പോൾ ബാഗ് കൊണ്ടുപോകത്തില്ല. എപ്പോഴും ബാഗില്ലാതെ പോകത്തുള്ളൂ. അപ്പോൾ ഇത്തവണയും ബാഗില്ലാതാണ് പോയത്. അതുകൊണ്ട് സാധനങ്ങളൊക്കെ കൈ പിടിച്ചുകൊണ്ട് പോരേണ്ട ഗതികേടാണ്. കണ്ടില്ലേ? അപ്പോൾ എല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഞാനിന്ന് ചിക്കൻ്റെ തൈസാണ് മേടിച്ചത്. പിന്നെ അത്യാവശ്യം നമുക്ക് അതിൻ്റെ അകത്ത് ആഡ് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം മേടിച്ചിട്ടുണ്ട്. പിന്നെ വെജിറ്റബിൾസൊക്കെ മേടിച്ചു. അപ്പോൾ നമ്മൾ കുക്കിംഗ് തുടങ്ങാൻ പോവുകയാണ്. ഏകദേശം ഒരു വലിയ പാത്രം തന്നെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് ഒന്നും നോക്കണില്ല, ഒരു മൂപ്പിക്കലോ കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് നേരെ കുറച്ച് പച്ചക്കറി വെട്ടിക്കറി അതിനകത്തേക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ പോയിട്ട് വന്ന സമയത്ത് നമ്മൾ ഇച്ചിരി എനിക്ക് മഷ്റൂം ഭയങ്കര ഇഷ്ടമാണ്. മഷ്റൂം മേടിച്ചിട്ടുണ്ടായിരുന്നു. മഷ്റൂം കൂടെ അതിനകത്തേക്ക് ഇട്ടു. അതിനുശേഷം നമ്മുടെ വലിയ നല്ല വലുപ്പമുള്ള ചിക്കൻ്റെ തൈസ് കൂടി അങ്ങോട്ട് ഇട്ടിട്ട് വെച്ചു. പിന്നെ നമുക്ക് ഇച്ചിരി ചൂടുവെള്ളം അതിനകത്തേക്ക് ഒഴിക്കണം. ചൂടുവെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് വേവിച്ച് അടിപൊളിയാക്കി എടുക്കണം. അപ്പോൾ നമ്മൾ അത്യാവശ്യം ചൂടുവെള്ളം ഞാൻ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു, അത് അഴിച്ചു കൊടുത്തു. അതിൻ്റെ അകത്തേക്ക് ഇറച്ചിയുടെ തൊട്ട് മേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമുക്ക് അത്യാവശ്യം ഉപ്പ് ഇട്ട് കൊടുക്കാനുണ്ട്. അപ്പോൾ നമ്മൾ അത്യാവശ്യം ഉപ്പ് ഇട്ട് കൊടുക്കുക. ഉപ്പിട്ട് കൊടുത്ത് നമ്മൾ അടപ്പ് വെച്ച് നമ്മളൊന്ന് മൂടി വയ്ക്കൂ. പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ ഈ ചിക്കൻ്റെ ഈ ക്യൂബ്സ് ഉണ്ടല്ലോ, ക്യൂബ്സ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് 2 എണ്ണം അത്യാവശ്യം ഇട്ട് കൊടുക്കാമെന്ന് വെച്ചാൽ അത് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രത്യേക ടേസ്റ്റ് വരും. സാധാരണ നമ്മൾ ഒത്തിരി മസാല ഒന്നും ഇട്ടില്ലെങ്കിൽ കൂടിയും അത് 2 ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റ്. നമ്മുടെ നാട്ടിലൊക്കെ നമ്മുടെ ഈ മാഗിയുടെ മേടിക്കാൻ കിട്ടത്തില്ലേ ക്യൂബ്സ്, അപ്പോൾ അതുപോലെ തന്നെയാണ് ആ സാധനം. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഉടച്ച് അല്ലെങ്കിൽ ഉടയ്ക്കാതെ ഇട്ട് കൊടുക്കാം. ചൂടുവെള്ളത്തിലേക്ക് ഇട്ടാൽ അപ്പോൾ ഉടച്ചില്ലെങ്കിലും കുഴപ്പമില്ല. 2 എണ്ണം അങ്ങനത്തെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇച്ചിരി നന്നായിട്ട് ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനത്തെ അത് ഇട്ട് കൊടുത്തത്. ഓക്കെ, അപ്പോൾ നമ്മുടെ അത് കഴിഞ്ഞ് മൂടി വെച്ചു. അതിനുശേഷം നമ്മൾ കുറച്ച് തിളച്ച് കഴിയുമ്പോൾ എടുത്താണ്. അത്യാവശ്യം നമ്മുടെ എല്ലാ പച്ചക്കറികളും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചിക്കനും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഏകദേശം വെന്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം അതവിടെ വെച്ചുകൊണ്ട് വെന്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കൂടെ നമ്മൾ ഇച്ചിരി ചോറും കൂടെ കിട്ടും. ചോറില്ലാതെ പിന്നെ നമ്മൾ എന്ത് തീറ്റ അല്ലേ? അപ്പോൾ നമ്മൾ ചോറും കൂടെ ഇട്ടു. അപ്പം ഈ സാധനമാണ് ഞാനിപ്പോഴും ഇടുമ്പോൾ സമയത്ത് ഇപ്പോൾ ചിക്കൻ വെച്ച് കഴിഞ്ഞാൽ ബീഫിൻ്റെ ഇതിടും, ബീഫ് വെച്ച് കഴിഞ്ഞാൽ ചിക്കൻ്റെ ഇതിടും. അങ്ങനെയൊക്കെ ഇട്ട് ഞാൻ അടിപൊളി കുക്കിംഗ് ആക്കാറുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ ബീഫിൻ്റെ കാസറോളിൻ്റെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ കാസറോളിൻ്റെ പൗഡർ ഞാൻ ഒരു ഗ്ലാസ്സിലേക്ക് ഇട്ടിട്ട് ചൂടുവെള്ളം ഒഴിച്ച് നന്നായിട്ട്, പച്ചവെള്ളത്തിൽ ഒഴിക്കുക, ഞാൻ ചൂടുവെള്ളം ഒഴിച്ച് അതിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി നല്ല സെറ്റപ്പ് ആക്കിയിട്ട് നമ്മൾ അതിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുക്കാൻ പോകണം കേട്ടോ. അതിൻ്റെ കൂടെ ഞാൻ ഇന്ന് ഗ്രാനുവൽസ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഗ്രാനുവൽസും കൂടെ ഇട്ട് കൊടുത്തു. അതും നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതും കൂടെ ഇട്ട് കൊടുത്ത് ചൂടുവെള്ളത്തിലേക്ക് എന്നിട്ട് നന്നായിട്ടൊന്ന് അടിച്ചിട്ട് നമുക്ക് നമ്മുടെ തിളച്ച് വെന്ത് മറിഞ്ഞ് ഇരിക്കുന്ന നമ്മുടെ പച്ചക്കറിയുടെ ഉള്ളിലേക്ക് പതുക്കെ നമുക്ക് ഇച്ചിരിയായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, നല്ല ടേസ്റ്റാണത് ആ ഒരു ലിക്വിഡിന്.
ബീഫ് ഗ്രേവി അല്ലെങ്കിൽ ചിക്കൻ്റെ ഗ്രേവി ഉണ്ട്. ഞാനിപ്പോൾ ബീഫ് ഗ്രേവി കഴിച്ചേക്കണം ചിക്കൻ്റെ അകത്ത്. എന്തൊക്കെ കളിയാണ് കളിക്കുന്നത് അല്ലേ. സോ അപ്പോൾ അങ്ങനെ ഏകദേശം വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്തേക്ക് നമ്മൾ നമ്മുടെ ലാസ്റ്റ് കാര്യമായ എന്താണ് ഞാനന്ന് പറഞ്ഞത് ചിക്ക് പീസ് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ചിക്ക് പീസും കൂടെ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നമ്മളൊന്ന് അത് ഓപ്പണർ വെച്ച് ഒന്ന് തുറന്നതിന് ശേഷം അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏകദേശം നമ്മുടെ കുക്കിങ്ങിൻ്റെ എല്ലാ ഇൻഗ്രീഡിയൻസും അതിൻ്റെ അത് ചേർത്തിട്ടുണ്ട്. അങ്ങനെ കുഴപ്പമില്ലാതെ നല്ല തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. കണ്ടില്ലേ, നല്ല ഗ്രേവിയൊക്കെ ആയിട്ട് നല്ല തിളച്ച് നല്ല തിക്കായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ചിക്ക് പീസ് മേടിച്ചും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. അത് കഴിഞ്ഞ് കുറച്ച് നേരം തിളപ്പിച്ചിട്ടുള്ള ലുക്കാണ് ഇപ്പോൾ കാണുന്നത്. കുറച്ചും കൂടെ നമ്മൾ തിക്കായ സാധനം നല്ല അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ചോറും കറിയും ഏകദേശമൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പോയി കഴിച്ചിട്ട് വരാം. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബായ്. എൻ്റെ പൊന്നു മക്കളെ, എങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞാലും എല്ലാം ഉണ്ടാക്കി വന്നു കഴിയുമ്പോൾ പൊളിയായിരിക്കും കേട്ടോ. സോ നമ്മുടെ സാധനം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതുകൂടാതെ നമ്മൾ ചുട്ട പപ്പടം, ഈ ചുട്ട പപ്പടം എങ്ങനെ ഉണ്ടാക്കിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കറിയത്തില്ലായിരുന്നു ഇന്ന് വരെ മൈക്രോവേവിൽ വെച്ചിട്ട് നമുക്കിത് ഉണ്ടാക്കാം എന്നുള്ള കാര്യം. ഇന്ന് ആദ്യമായിട്ടാണ് ഞാൻ യൂട്യൂബ് ചാനൽ കണ്ടിട്ടാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ 4 പപ്പടം എടുത്ത് പ്ലേറ്റിൽ വെച്ചു, മൈക്രോവേവിൽ വെച്ച് ഏകദേശം ഒരു 1.5 മിനിറ്റൊക്കെ വെച്ചപ്പോഴത്തേക്കും നല്ല ചുട്ട പപ്പടമായിട്ട് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ കൂടെ നല്ല നാടൻ അച്ചാറും മദേഴ്സിൻ്റെ മിക്സഡ് പിക്കിളാണ്, പിന്നെ ഇച്ചിരി ചായയും, പിന്നെ നല്ല കട്ട തൈരും ചോറും ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനൊന്ന് കഴിച്ചിട്ട് വരാം. ഓക്കെ, ബൈ.